അപ്പം ഒരിക്കലും ഒരു കൊടുങ്കാറ്റിനെയും ഭയമില്ലാതെ മുമ്പോട്ട് ജീവിതത്തെ നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഒരുപാട് സ്നേഹം, നന്ദി. വളരെ നന്ദി. സംസാരം കൊണ്ട് നമ്മുടെ കുട്ടികളെ മനസ്സിനെ ജീവിത സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചു. നമ്മുടെ ഈ സ്കൂളിലെ ചെയർമാൻ റോബർട്ടാണ്. അദ്ദേഹത്തിന്റെ ചേച്ചി ആക്ടിംഗ് മെമ്പറാണ് റോബിക്കാണ് കാണട്ടെ സ്വാഗതം ചെയ്തു. പങ്കുവെച്ച് വന്നിട്ടുണ്ട്. മല്ലികാലയാണ് പ്രോജക്ട് പേര്. നമ്മൾ പങ്കുവെച്ചാണ് വിളിക്കല്. അതുപോലെ ഈ സ്കൂൾ തുടങ്ങുന്ന ആ സമയത്തുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തികളാണ് ഈ രണ്ടും. അതുകൊണ്ട് അവർ ഞാൻ ഭവനപുരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സോണിച്ചാണ് എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രോഗ്രാം വർഷാവർഷം ഇവിടെ നടത്തുന്ന സംഘാടകർക്ക് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. വന്ന എല്ലാവരും വളരെ സന്തോഷത്തോടെ പ്രൈസ് കിട്ടിയാലെങ്കിലും സന്തോഷമാണ് പ്രധാനം. എല്ലാവരും വളരെ നന്നായി പങ്കെടുത്ത് എല്ലാവരുമായി ഇടപെട്ട് അടുത്ത വർഷം തീർച്ചയായിട്ടും വരും എന്നൊരു തീരുമാനത്തോടുകൂടി മാത്രം പോകണം എന്ന് ആശംസിക്കുന്നു. ഒരു സ്വാതന്ത്ര്യ ദിന ആശംസ പറഞ്ഞുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി സ്കൂൾ പ്രിൻസിപ്പൽ ബീന സുനിയ. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ മുഖ്യാതിഥി ശുഭ ടീച്ചർ, റോട്ടറി പ്രസിഡന്റ് ജയേഷ് അവർകൾ, റോട്ടറി മെമ്പേഴ്സ്, പെയ്ഡ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം സർ, PTA പ്രസിഡന്റ്, സ്വാശ്രയ സെക്രട്ടറി, സ്വാശ്രയ സൊസൈറ്റി മെമ്പേഴ്സ്, റോട്ടറി കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. കഴിഞ്ഞ 11 വർഷമായി വർണ്ണോത്സവം എന്ന പേരിൽ നമ്മുടെ മക്കളുടെ സർഗവാസനകളെ തൊട്ടുണർത്തുന്ന ഒരു പരിപാടിയാണ് വർണ്ണോത്സവം എന്ന പേരിലൂടെ നടന്നു വരുന്നത്. കലയെ എന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെയും നല്ല കലാകാരന്മാരെ വളർത്താനുള്ള ഒരു നല്ല അവസരമാണിത്. വളരെ നല്ല രീതിയിൽ ഓരോ വർഷവും വളരെ നന്നായിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നമ്മൾ സമയം വൈകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തർക്കും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ മുഖ്യാതിഥി ശുഭ ടീച്ചർ വരാനുള്ള ഒരു കഴിഞ്ഞ 34ാമത്തെ വർഷമാണ് നമ്മുടെ സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. മാഡം പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോകുന്നുണ്ടെങ്കിലും ഇവിടെ വരാനുള്ള ഒരു അവസരം ദൈവം ഇന്നായിരിക്കും നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, മാഡത്തിന്റെ വാക്കുകൾ ഒത്തിരി ഹൃദയസ്പർശിയായിരുന്നു. ഒത്തിരി തിരക്കുണ്ടായിട്ട് മാഡം പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവരുടെയും പേര് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ